ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ബ്രെഡ് വെച്ചിട്ട് പക്കവട ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയ ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കൂടെ തന്നെ ഒരു സവാള ചെറുതായി കട്ട് ചെയ്തതും, ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും, 3 വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും, 4 പച്ചമുളക് ചോപ്പ് ചെയ്തതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ബ്രെഡ് ആയതുകൊണ്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതിയാവും കേട്ടോ ഇതിലേക്ക്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിന് ശേഷം ഒരു പാത്രം വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു സൈഡായി കഴിയുമ്പോൾ മറിച്ചിടുക, അടുത്ത സൈഡായി കഴിയുമ്പോൾ വറുത്ത് കോരുക പെട്ടെന്ന് തന്നെ. നല്ല ക്രിപ്സിയാണ്. പിന്നെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ബ്രെഡാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ വൈകിട്ട് ചായയുടെ ഒപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ല മുരിഞ്ഞ് നല്ല ക്രിപ്സി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ചേട്ടാ.